ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 250 മില്ലി പാലൂടെ ആഡ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായതിനു ശേഷം നമ്മൾ അരച്ചെടുത്ത ഫൈൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റില്ലേ, അതൊന്ന് മാറുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് ആ ഒരു നെയ്യുടെ ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈയെടുക്കാതെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ പാനിൽ നിന്ന് ആ റവ ഇങ്ങനെ വിട്ട് വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ റവയൊക്കെ നന്നായിട്ട് കുക്കായി പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് വരട്ടിയതിന് ശേഷം ഇത് ചെറിയ ബോൾസ് ആക്കി നമുക്ക് ചെയ്തെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമുക്കിങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി ഇതൊരു സ്റ്റീമറിലിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം തന്നെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് സാഫ്രോണൂടെ ചേർത്ത് കൊടുക്കുക. സാഫ്രോൺ തികച്ചും ഓപ്ഷണലാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അളവിൽ മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം മക്കൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് മധുരം കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ചൂടായി അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആ സ്റ്റീം ചെയ്തെടുത്ത നമ്മുടെ ക്യാരറ്റ് ബോൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ പാലിൻ്റെ ടേസ്റ്റും മധുരവും ഒക്കെ ആ ബോൾസിൽ കിട്ടാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മിക്സിന് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ പാലിൽ 1 ടീസ്പൂൺ അരിപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി അതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കാഷ്നട്ടും ബദാമും വെച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് മാത്രം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡെസേർട്ടാണ്. മധുരം ഇഷ്ടമുള്ള ആൾക്ക് അത് കൂട്ടിയും ഇഷ്ടമില്ലാത്ത ആൾക്ക് അത് കുറച്ചും എങ്ങനെ വേണേലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.